പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഒരു ദിവസം നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സ്വീകരിക്കാം. ഓരോ ദിവസവും പുതിയതാണ് അവിടുത്തെ സ്നേഹം. സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ 3-4 ദിവസങ്ങളായിട്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ബോധത്തിൽ ഇങ്ങനെ വരുന്നു. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ്, ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് മുൻകൈ എടുത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നൊരു ചിന്ത. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങനെയാണെങ്കിൽ അതിനുള്ള വഴികൾ തുറക്കണമേ. തട്ടിൽ പിതാവ് വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. സരസനായ പിതാവ്, സ്നേഹനിധിയായ പിതാവ്, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ദൈവജനത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പിതാവ്, അദ്ദേഹം വിചാരിച്ചാൽ ഇത് തീരും. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഈ നല്ല ചിന്ത തരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കണം ആ കാര്യങ്ങളുടെ ഒരു പരിസമാപ്തി? പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരേ ഒരു കാര്യം ഇതാണ്: സ്നേഹത്തോടെ പിതാവ് എല്ലാവരെയും വിളിക്കുക. മക്കളെ അടുത്തു വരിക, മക്കളെ അടുത്തു വരിക. നമുക്കിനി സ്നേഹത്തോടെ മുന്നോട്ട് പോവാം. മക്കളെ, സാരമില്ലടാ, ധൈര്യമായിട്ട് വാ, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാമടാ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. മണ്ടത്തരങ്ങളും പോരായ്മകളും ഒക്കെ പറ്റിയതൊന്നും സാരമില്ല. ക്ഷമിക്കുകയും ക്ഷമ കൊടുക്കുകയും വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആടാ ക്രിസ്തീയ ജീവിതം. അങ്ങനെയാണടാ കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്, സ്നേഹിച്ചത്. അതുകൊണ്ട് മസിലും പിടിച്ച് പുറത്ത് ദൂരെ നിൽക്കണ്ട. അച്ഛന്മാരെയൊക്കെ വിളിക്കണം, വാ, കയറി വാ. അതുപോലെ തന്നെ അൽമായ സഹോദരങ്ങളെയും വിളിക്കണം. അവർക്കൊക്കെ ഉള്ളൊരു പരാതി ഞങ്ങളെ കേട്ടില്ല. പിതാവാണ് ഒത്തിരി ക്ഷമയുള്ള മനുഷ്യന്. വാട മക്കളെ, കേൾക്കാം, എന്താണ് നിങ്ങളുടെ സങ്കടം, വാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ വാ, നമുക്കൊരു ബലി അർപ്പിച്ചിട്ട് തുടങ്ങാം, നിങ്ങളുടെ സങ്കടമൊക്കെ ഞാൻ കേൾക്കാവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വിളിച്ചാൽ അവരടുത്ത് വരും. സംശയമൊന്നും വേണ്ട. അടുത്ത് വന്നു കഴിഞ്ഞാൽ എറണാകുളത്തെ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ, അതിനടുത്ത ദേവാലയത്തിൽ, സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരു പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട്, മക്കളെ, നമുക്ക് ഈ ബലിക്ക് ശേഷം നിങ്ങളെ കേൾക്കാം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങളാരും വെറുതെക്കാരല്ല. കലഹമുണ്ടാകുക സ്വാഭാവികമാണ്, പക്ഷേ ക്ഷമിക്കുക, ചേർത്ത് ഒന്നിച്ച് നിൽക്കുക, അത് ദൈവികമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് ഒന്ന് വിളിച്ചാൽ, പിതാവ് ബസലിക്കയിൽ ഒരു ബലി അർപ്പിച്ചാൽ ഈ പ്രശ്നങ്ങളുടെ മഞ്ഞൊക്കെ ഉരുകി വളരെ ശാന്തതയും സമാധാനവും വരും. തുടർന്ന് മുന്നോട്ടുള്ള നമ്മുടെ സഭാ ജീവിതം, എറണാകുളം അങ്കമാലി അതിരൂപത താഴേക്ക് പോയി എന്ന് തോന്നുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് കുതിച്ചുയരാനുള്ളൊരു വലിയ ഭാഗ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകും. ഇതാണ് എനിക്ക് കിട്ടിയ ചിന്ത. സഹോദരങ്ങളെ, ഞാനും ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മൾ ഈ കോടതി പോയി വിധി സമ്പാദിച്ചു, നമുക്ക് വേണ്ട കുർബാന അർപ്പിക്കുക. അപ്പോഴും ഒരു കൂട്ടർ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയല്ലേ? അവർ നമ്മുടെ ശത്രുക്കളൊന്നും അല്ലല്ലോ, കൂടപ്പിറപ്പുകൾ തന്നെയല്ലേ. അവർ യേശുവിൻ്റെതായ തിരുശരീര രക്തത്തിൽ പങ്കെടുക്കേണ്ടവരല്ലേ. പോരായ്മകളും ബലഹീനതകളും നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാമെന്നേ. പലരും ചോദിക്കുന്നത്, ഇത്രയും കാണിച്ചിട്ട് എങ്ങനെ ക്ഷമിക്കാം? മനഃപൂർവ്വമായി ക്ഷമിക്കാൻ നമുക്ക്. കർത്താവ് ക്ഷമിച്ചത് അങ്ങനെയാണ്. കർത്താവ് നമ്മളോട് മനഃപൂർവ്വമായി ക്ഷമിക്കുകയായിരുന്നു. എങ്ങനെയാണ്? എന്താണ് ഈ മനഃപൂർവ്വമായി ക്ഷമിക്കുക? കുറ്റവാളിയായി ഒരാളെ നിരപരാധിയായി കണ്ട് ക്ഷമിക്കുന്നതിനെയാണ് മനഃപൂർവ്വം ക്ഷമിക്കുക എന്ന് പറഞ്ഞത്. പിതാവിനോട് അവൻ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചില്ലേ, ഇവരൊക്കെ മണ്ടന്മാരാ, അവർക്ക് കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണ്. ക്ഷമിക്കണം പിതാവേ എന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ, ക്ഷമയോടെ ചേർത്ത് പിടിക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, അതിനുള്ള കൃപ കൊടുക്കണമേ, അനുഗ്രഹം കൊടുക്കണമേ. ഈ ചിന്ത അങ്ങയിൽ നിന്നാണെങ്കിൽ അങ്ങ് വഴി തുറക്കുമ്പോൾ എല്ലാ അന്ധകാരവും മാറി പ്രകാശം പടർന്നു വരും. വലിയ ദൈവാനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. എത്രയും വേഗം ഇത് പിതാവിൻ്റെ അടുത്തെത്തണം. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ചെവിയിൽ ഇതെത്തണം.
ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് തന്ന ചിന്ത ആയതുകൊണ്ടാണ്. നമുക്കിനിയും കാണാം. ദൈവത്തിന്റെ സ്നേഹം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.